പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നെ നിരപ്പിച്ചു. നിരപ്പിൻ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമില്ല. 2 കൊരിന്ത്യർ 5-12 വാക്യം. സകല ലോകത്തിൻ്റെയും ആത്മീയ സൗഖ്യത്തിനായി സഹായിപ്പാൻ തിരുവഴുത്ത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇതിനർത്ഥം നമുക്കെല്ലാവരോടും അവരുടെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കാതെ അനുകമ്പ ഉണ്ടായിരിക്കുമെന്നാണ്. അവരുടെ പ്രത്യയശാസ്ത്രം എന്ത് തന്നെയായാലും ക്രിസ്തുവിൻ്റെയും സ്നേഹവും ഏവരും അർഹിക്കുന്നു. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഏവരും അർഹിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-14 വാക്യങ്ങൾ. നമ്മളെല്ലാവരും പാപമെന്ന രോഗത്താൽ ബാധിതരാണ്. യേശുവിൻ്റെ പാപക്ഷമയുടെ സൗഖ്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് സൗഖ്യമുണ്ടാവാൻ അവൻ നമ്മളിലേക്ക് വന്നു. അത്ഭുതകരമായ രീതിയിൽ ദൈവം നമ്മെ ഈ നിരപ്പിന് പകരം പരിമേൽപ്പിച്ചിരിക്കുന്നു. നമ്മെപ്പോലെ മുറിവേറ്റവരും തകർന്നുപോയ ആളുകളെ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അവരുമായുള്ള കൂട്ടായ്മ വഴി രോഗികൾക്ക് ആരോഗ്യം ലഭിക്കുന്നു. നിരപ്പിന് ശുശ്രൂഷയിൽ നാം പങ്കാളിയായിരിക്കുന്നു. ഈ നിരപ്പ്, ഈ സൗഖ്യം അവൻ സ്വീകരിക്കുന്ന ഏവർക്കും ഉള്ളതാണ്. ദൈവം സുഖപ്പെടുത്തുകയില്ലെന്ന് അല്ലെങ്കിൽ സുഖപ്പെടുത്തരുതെന്ന് ആരെങ്കിലും കുറിച്ച് നിങ്ങൾ കരുതുന്നുണ്ടോ? എവിടെ നിരപ്പ് ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്? പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എനിക്ക് സൗഖ്യം വേണം. അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും സൗഖ്യം ആവശ്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന ശുശ്രൂഷയുടെ ഭാഗമാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.